ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. സാധാരണ മിൽക്ക് ഷേക്ക് അല്ല, നമ്മുടെ ആരോഗ്യത്തിന് അത്യുത്തമമായ അവൽ ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള അവൽ മിൽക്ക് ഷേക്ക് ആണ്. നമ്മൾ കൂൾ ബാറിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് ആണ്. അവൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് വൈറ്റ് അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ കാഷ്യൂ നട്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പീനട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പഞ്ചസാര, ടൂട്ടി ഫ്രൂട്ടി, ഒരു ചെറിയ പാക്ക് ഹോർലിക്സ്, 3 ഞാലിപ്പൂവൻ പഴം, നല്ല തണുത്ത പാല്. നമുക്ക് ആദ്യം ഈ 1 കപ്പ് അവല് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അവൽ ഇവിടെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം. ഇതാണ് ഈ അവലിൻ്റെ പാകം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഈ കാഷ്യൂ നട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കാഷ്യൂ നട്ടും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 ഞാലിപ്പൂവൻ പഴം ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കുറച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറച്ച് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് നമുക്ക് വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ തണുത്ത പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒത്തിരി ഉടഞ്ഞു പോകരുത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹോർലിക്സ് പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിനേക്കാൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.